ഹലോ ഫ്രണ്ട്സ്, ഇതേ ഞങ്ങൾക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ പൊതിച്ചോറ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇവിടെ ആരുമില്ല, എല്ലാവരും നാട്ടിലേക്ക് പോയി, ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ അവർ പോയ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ച് പൊതിച്ചോറ് കിട്ടിയത് കേട്ടോ. ആരും കാണണ്ടോ വീഡിയോയിൽ തല്ലി കൊല്ലുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊതിച്ചോറ് എന്ന് പറയുന്നത്. രണ്ടുപേർക്കും, കുട്ടാപ്പിക്കും അതെ എനിക്കും അതെ കേട്ടോ. അപ്പോൾ നമുക്ക് പൊതിച്ചോറ് കിട്ടിയാലോ. അതിനാദ്യം നമ്മുടെ വാഴയിൽ ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ വാഴയിലൊക്കെ കീറിപ്പോകുന്നൊക്കെ പറയണത്. എന്നിട്ട് ഇതേപോലെ ചോറ് വെച്ചിട്ട്, ചോറ് ഇപ്പം കുറച്ച് കൂടുതലിടുന്നുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ചോറാണ്. എന്നിട്ട് ഇതേപോലെ വാഴയിലൊന്ന് രണ്ട് സൈഡും കൂടെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഉപ്പേരി, ഇപ്പം പയറുപ്പേരി എടുക്കണം, പിന്നെ നമ്മുടെ മീൻ വറുത്തത്, ഇത് വന്നിട്ട് കോരമീൻ വറുത്തതാണ് കേട്ടോ. പിന്നെ നമ്മുടെ മുട്ട ഓംപ്ലേറ്റും, പിന്നെ കൂന്തൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കണവ, അത് ഫ്രൈ ചെയ്തതാണ്. പിന്നെ വെച്ചേക്കുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം അച്ചാറാണ്. അച്ചാർ വന്നിട്ട് അമ്പഴങ്ങ അച്ചാറ് കേട്ടോ. അത് കഴിഞ്ഞ് ഇതേ വാഴയിലൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി വെക്കണുണ്ട് കേട്ടോ. വാഴയില പൊതിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മീനിൻ്റെ മൂട് കൊണ്ട് വാഴയില കീറിപ്പോയി കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെ ഞാനത് പൊതിഞ്ഞെടുത്ത്, എനിക്ക് പൊതിയാൻ തീരെ വശമില്ല കേട്ടോ. അങ്ങനെ പൊതിഞ്ഞെടുത്ത് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇല തുറക്കുക. ഉടനെ പൊതിഞ്ഞ് വെച്ച് നമ്മൾ തുറക്കരുത് കേട്ടോ. എന്നാലും അതിൻ്റെ മണവും ഇലയുടെ മണവും പിന്നെ എന്താ പറയുക, ഈ അച്ചാറിൻ്റെ ചാറും പിന്നെ ആ കറിയുടെ ഒക്കെ ഇതൊക്കെ ആ ചോറിൽ അങ്ങോട്ട് പിടിച്ച് സെറ്റായിട്ട് വരുള്ളൂ കേട്ടോ. എന്നിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് കൂന്തലും കുറച്ച് ഉപ്പേരിയും പിന്നെ ഓംപ്ലേറ്റ് മീനൊക്കെ ആയിട്ട് ഇതേ എടുത്ത് വെച്ചിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. വേറെ ലെവൽ ടേസ്റ്റാണ്. നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റാത്ത ടേസ്റ്റ് എന്നൊക്കെ പറയില്ല, മാതിരി ടേസ്റ്റ് ആയിട്ടാണ്. നമ്മുടെ നൊസ്റ്റ് ഫീലൊക്കെ ഉള്ള ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റ.